കണ്ടില്ല. ഞാൻ സാരി വിടർത്തിയപ്പോഴേ നിന്നെ കണ്ടില്ല. നീ സാരിയല്ലേ വിടർത്തിയത്, അല്ലാണ്ട് പീലിയൊന്നും അല്ലല്ലോ. പൊട്ടി രാവിലെ തന്നെ ടേക്ക് ഓഫ് തന്നെ നിനക്ക് എങ്ങനെ കൗണ്ടർ പറയാൻ പറ്റടാ? നീ എന്നെ മനഃപൂർവ്വം തള്ളിയിട്ടതാ. അയ്യോ അമ്മ സത്യമാണ്, ഞാൻ മനഃപൂർവ്വം മനഃപൂർവ്വമാണെങ്കിൽ നിന്നെ വല്ല പൊട്ടക്കണ്ടി ഞാൻ തള്ളിയിടൂലേ? നീ തള്ളിയിടൂടി. അല്ലെങ്കിൽ തന്നെ മിസ് ബദിയെടുക്കായ പിന്നെ നിനക്ക് എന്നോട് ഭയങ്കര അസൂയ. എന്തെടുക്ക? മിസ് ബദിയെടുക്ക. അതെയപ്പോ നീ അറിഞ്ഞില്ലായിരുന്നോ? ഇല്ല. കഴിഞ്ഞ വർഷത്തെ ഓണത്തിനെ അവിടെ മിസ് ബദിയെടുക്കായിട്ട് തെരഞ്ഞെടുത്തത് തന്നെയാ. ആണോ? പ്രസിഡന്റ് ആരായിരുന്നു? എന്റെ ഭർത്താവ്. അത് അങ്ങനെയല്ലേ വരുള്ളൂ, ഇല്ലെങ്കിൽ നീ ആ മനുഷ്യനെ വീട്ടിൽ കിടത്തി ഉറക്കൂലല്ലോ. നിനക്ക് പുച്ഛം കാണും. ഇത് കണ്ടാ നീ? ഇത് കണ്ടാ? എന്തോന്നു? ദുൽഖർ സൽമാൻ എനിക്ക് ഹായ് അയച്ചതാ, കൂടെ ഒരു ലവ് ചിഹ്നം. എടി പൊട്ടിയത് ദുൽഖർ സൽമാൻ ഒന്നും അല്ല. ആണ്. എടി അല്ല, ദുൽഖറിന്റെ പടം ഡീപ്പ് ഇട്ടിട്ട് നിന്നെ ആരും പറ്റിച്ചതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടടി. അയ്യോ, അപ്പൊ മമ്മൂക്ക 2500 മേടിച്ചത് പറ്റിച്ചതായിരുന്നോ? മമ്മൂക്ക 2500 രൂപ ചോദിച്ചോ? നീ കൊടുത്താ? ഞാൻ കൊടുത്ത്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. ഞാൻ മമ്മൂക്കയുടെ പോസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണി? സൂര്യയുടെ കയ്യിൽ നിന്ന് 2500 രൂപ വാങ്ങി ഞാൻ അതുകൊണ്ട് അരി മേടിച്ചു, ഭക്ഷണം ഉണ്ടായി കഴിച്ചു. ഇപ്പൊ ദാരിദ്ര്യമില്ല, പട്ടിണി ഇല്ലാതെ ജീവിക്കുന്നത്. നീ എന്നെ ആക്കിയതല്ലേ? എനിക്ക് അറിയാത്തോണ്ടല്ലോ. ഞാൻ വിചാരിച്ചു പണ്ടത്തെ എന്റെ സിനിമയുടെ ബന്ധം വെച്ചിട്ട് അവർ ചാറ്റ് ചെയ്തതാണ്. നിനക്കേത് സിനിമയുടെ ബന്ധം? നിനക്കറിയില്ലേ? ഇല്ല. ആരോട് പറയണ്ട. ഇല്ല. നന്ദനത്തിലെ ബാലാമണി ആരാ? നവ്യ നായര്. ഞാനായിരുന്നു. ഒരു സത്യം, എന്റെ ഫോട്ടോ കണ്ടോടെ രഞ്ജി സാറ് ഫിക്സ് ചെയ്തതാ. നിന്റെ ഫോട്ടോ കണ്ടപ്പോ തന്നെ പുള്ളിക്ക് ഫിക്സ് വന്ന് കാണുന്നിട്ട് വെട്ടിയിട്ട് ഇങ്ങനെ വീടും കാണും. അതല്ലെന്ന്, ഞാൻ തന്നെയാണ് നായികാന്ന് ഉറപ്പിച്ചതാന്ന്. അതിന്റെ ഷൂട്ട് എവിടെയാണെന്ന് അറിയാ? എവിടാ? മറ്റപ്പാല എരിശ്ശേരി മനയില്. എരിശ്ശേരി അല്ലടി, പുളിശ്ശേരി. എടി വരിക്കശ്ശേരി മന. ഞങ്ങൾ അങ്ങോട്ട് തൃശ്ശൂർന്ന് ഒറ്റപ്പാലത്തേക്ക് യാത്ര ചെയ്തു. എന്താണെന്നറിയില്ല, വടക്കാഞ്ചേരി എത്തിയപ്പോ 4-5 പോലീസുകാരും എന്റെ അച്ഛനും അമ്മയും കൂടി വന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി. അത് നീ വീട്ടിൽ നിന്ന് വല്ല കട്ടോണ്ടാണോ പോയത്? പിന്നെ അവര് പറയാ ഞാൻ ആരുടെ കൂടെ ഒളിച്ചോടിയതാണ്. അപ്പൊ നീ ഒളിച്ചോടിയതാണോ? അല്ല, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു ചെക്കൻ നിൽക്കണ്ടായിരുന്നു. ഞാൻ അവനെ കൂട്ടിന് വിളിച്ചതാണ് ഒറ്റപ്പാലത്തേക്ക്. എന്നിട്ട് പിന്നെ ഞാൻ അവനൊരു പാവമായതുകൊണ്ട് അവന്റെ കൂട്ടുകാരനെ ഇങ്ങോട്ട് 2 പിള്ളേരായിട്ട് സുഖമായിട്ട് ജീവിക്കും. അല്ല, നീ ഈ സിനിമയിൽ ബാലാമണി ആവേണ്ട നീ എന്നല്ലേ പറഞ്ഞ? ആ 2 ഡയലോഗ് ഒന്ന് പറഞ്ഞ ഞാൻ ഒന്ന് കേക്കട്ടെ. മറ്റേ ഡയലോഗല്ലേ? അത് തന്നെ. ഒരു പാഴ്മോഹം ഈ പൊട്ടിയുടെ മനസ്സിൽ തോന്നിയപ്പോ കറക്റ്റ് ഞാൻ ഓടി ഇങ്ങോട്ടാ വന്നത്. എന്നെ ഇരുട്ടത്താക്കി വെളിച്ചത്തിരുന്ന് അങ്ങനെ ചിരിക്കണ്ട. എനിക്ക് കാണണ്ട, കാണണ്ട, കാണണ്ട. എനിക്കും കാണണ്ട. ഇതിന്റെ മുതലാളി. എനിക്ക് പറയാനുള്ള അധികാരം ഉണ്ടല്ലോ. പറയാ സാർ. ഇമ്മാതിരി പണിയായിട്ട് ഇവിടെ നിൽക്കാനാണെങ്കിൽ സൂര്യൻ ഇങ്ങോട്ട് വന്നൊന്നില്ല. സൂര്യ വീട്ടിലിരുന്നാ മതി. അല്ല സാറേ, ഞാൻ വീട്ടിലിരുന്ന് എന്റെ ശമ്പളം സാറ് വീട്ടിൽ കൊടുത്തരുമോ? ശമ്പളം മാത്രമാക്കണ്ട, അരിയും പലവ്യഞ്ജനവും പച്ചക്കറിയും മണ്ണെണ്ണ വരെ ഞാൻ മേടിച്ചു തരാം. അയ്യോ വേണ്ട സാറേ, എന്റെ ഭർത്താവിന് ഭയങ്കര സംശയം.